വേഡിക് ഹൈവറി തേനീച്ചേനെ വളർത്തുന്ന സ്ഥലമാണ് കേട്ടോ. തേനുണ്ടാക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മളൊന്നുകൂടെ ഇതൊന്നിനെ പറ്റി ഒന്ന് നോക്കി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. തേനുണ്ടാക്കി ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല പ്യൂറായിട്ടുള്ള തേനാണ്, ഒന്നും മിക്സ് ഇല്ലാത്ത തേന്. അപ്പോൾ ആവശ്യക്കാർ ഇത് ഹൈവേയുടെ സൈഡിലാണ് ഈ സ്ഥലം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഈ തേനെടുക്കുന്ന സ്ഥലത്തിൻ്റെ വീഡിയോ ആണ്. അവർ തേനീച്ചേനെ ഇവിടെ വളർത്തിയിട്ട് ഹൈവേയുടെ സൈഡിലാണ് വളർത്തിയിട്ട് അതിൽ നിന്ന് തേനെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ സീസൺ കുറവാണ്. ഇപ്പോൾ എല്ലാ ബോക്സിലും തേനീച്ചൊന്നുമില്ല, കുറച്ച് ബോക്സുകളിലെ തേനീച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അവർ പ്യൂറായിട്ടുള്ള തേനെടുത്തിട്ട് ഇവിടെ ബോട്ടിലാക്കിയിട്ട് ഒരു സെയിൽ ചെയ്യാണ്. കുറച്ച് വില കൂടുതലാണ്, 800 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. അത് കണ്ട് 1500 വരെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇതിൻ്റെ പേര് വേഡിക് ഹൈവറി എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ആ പേരിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കോൺടാക്ട് ചെയ്താൽ ഇവരെ നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ മേടിക്കാം. അല്ലെങ്കിൽ ഇവരുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനിൽ അവർ ഇന്ത്യയിൽ അവിടെ വേണമെങ്കിൽ അവർ അയച്ചു കൊടുക്കുന്ന പറയണം. ഇത് കണ്ടില്ലേ, ഈച്ചകൾ കുറവാണ് കേട്ടോ. ഇങ്ങനത്തെ ബോക്സിലാണ് ഇതിനെ വളർത്തുന്നത്. അപ്പോൾ അതിലെടുത്തേക്കാണ്. അപ്പോൾ അതിൽ അധികം ഫുള്ളായിട്ടില്ല ഈച്ച. ഇത് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കസ്റ്റമറോട് മേടിക്കാൻ വന്നവർ അവരൊന്ന് നോക്കുകയാണ്, ചോദിക്കുകയാണ് അതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പേടിയില്ലാത്ത ഒരാളെന്നോണം. അത് കാരണം നമുക്ക് അതിനൊക്കെ തൊട്ടൊക്കെ നോക്കണ്ടായി. ചിലരൊന്നും അടുത്തേക്ക് വരുന്നില്ല, പേടിച്ചിട്ട് തേൻ കുത്തുന്നു, ഈച്ച കുത്തുന്നു പറഞ്ഞിട്ട്. ധൈര്യമുള്ളവർക്ക് പോയി നോക്കാം അടുത്ത് നിന്ന്. അങ്ങനെ അടച്ചു വെച്ചിട്ട് അതിൻ്റെ അകത്താണ് തേനീച്ച തേന് സ്റ്റോർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നിറയെ ബോക്സ് ഉണ്ട് ഇവിടെ. ഒരു 10-500 ബോക്സുകളുണ്ടായിരുന്നു. ഇതിപ്പോൾ അവരവിടെ തേൻ വെക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഒരു കട പോലെ സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇത് ഓരോ വെറൈറ്റിയാണ് ഇതിട്ടാണ്. ഇത് സ്റ്റാർട്ടിങ് 800 തൊട്ടാണ്. 800, 1000, 2000, പിന്നെ 1500. നീളം കുപ്പിയിലേക്കണൊക്കെ 1500 എന്ന് പറഞ്ഞ്. പ്യുവർ നാച്ചുറൽ ഹണിയാണ് കേട്ടോ. ഇത് വേണ്ട, ഇതിൽ തേനുണ്ട് ഓൾറെഡി. അവനെടുത്ത് കാണിക്കണ തേൻ അതിന് ഒറ്റ ഫോണുണ്ട്. അതിങ്ങനെ ആ ബോക്സിൽ വെച്ചേക്കാണത്. അതിൽ നിന്നാണ് തേൻ എടുക്കണത്. സാമ്പിളിനൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് കഴിച്ച് നോക്കണമെങ്കിൽ സാമ്പിളിനൊക്കെ തരും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മേടിച്ചാൽ മതി കേട്ടോ. പ്യുവറായിട്ടുള്ള നാച്ചുറൽ ഹണിയാണ് അത്. കാരണം ആൾക്കാർ മേടിക്കും, കുട്ടികൾക്ക് കൊടുക്കാനോ നമ്മൾക്കും വേണ്ടി ഡയറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഒരു തെലുങ്കാരാണ്, ആന്ധ്രക്കാരാണ്. അതിനവർ തെലുങ്കിലാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വളരെ വേണ്ട ഇങ്ങനെയുള്ള ബോക്സുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് പോയി ഒന്ന് നോക്കി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണിച്ചിട്ട് എന്ന് ചോദിച്ചപ്പോൾ അവർ വന്ന് എടുത്ത് കാണിക്കാൻ കേട്ടോ. ഇപ്പോൾ തേനീച്ച കുറവാണ് ഇപ്പോൾ. അതാണ് ആകണ്ട. അപ്പോൾ ഇതിൽ നമുക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിറച്ച് ഫുള്ളായിട്ടുണ്ടാവും. ഇതിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ബോക്സിൻ്റെ അകത്തൊരു 5-10 ഉണ്ട് ഇങ്ങനത്തെ. അതിലെല്ലാത്തിലും ഈച്ചയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അതിലിരുന്ന് സ്റ്റോർ ചെയ്തിട്ടാണ് തേനാവണത്. അപ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്ത് കാണിച്ചാണ് കേട്ടോ. ഇതേ വേണ്ട, അങ്ങനത്തെ ഇരിക്കേണ്ട ഒരു 5-10 ഉണ്ട് ഇതിൻ്റെ അകത്ത്. എല്ലാത്തിലും ഇങ്ങനെ ഈച്ചയുണ്ട് കേട്ടോ. നമ്മളൊന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവരെടുത്ത് കാണിച്ച് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. എങ്ങനെയാണ്, എപ്പോഴാണ് തേനുണ്ടാവണത്, എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു നമ്മൾക്ക്. ഉണ്ടല്ലേ. അപ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്കത് കയ്യിൽ പിടിക്കാം. ചിലർ പേടിച്ചിട്ട് തൊടൂല അതിൻ്റെ അടുത്ത്. എന്ന് വെച്ചാൽ ഈച്ചേനും വന്ന് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണല്ലോ. അതന്നെ, എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളോടൊന്നും വലിയ പേടിയില്ലാത്തവരും ഞാനത് മേടിച്ച് കയ്യിൽ വെച്ചു. അതാണ് ഈച്ച കുറവാണ്, തേനും കുറവാണ് ഇപ്പോൾ സീസണുള്ളതാണ് അവർ പറയണത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഓൺലൈനിൽ വേണമെങ്കിൽ അയച്ചു തരും. പിന്നെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, എന്ത് വിലയാണ് എങ്ങനെയാണെന്നൊക്കെ അല്ലേ. പിന്നെ നിങ്ങൾ ബാംഗ്ലൂരിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് നന്ദിൽസ് റോഡിലാണ് ഇട്ടത്. ആ റോഡിൻ്റെ സൈഡിലാണിത്, നന്ദിൽസ് റോഡിൻ്റെ സൈഡിലാണിത്. അപ്പോൾ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, പോകേണ്ടൊക്കെ നോക്കാണ്ട് മേടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഇത് പ്യുവറായിട്ടുള്ള ഹണിയാണല്ലോ. അത് കാരണം നമ്മൾക്കൊന്നും മായമൊന്നുമില്ലാത്തൊരു നല്ല ഹണി മേടിക്കാം, നല്ല തേൻ മേടിക്കാം അവിടെ നിന്ന്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പിള്ളേർ 2 പേര് പറഞ്ഞു തരികയാണ്. തെലുങ്കിലാണ് സംസാരിക്കണവർ. അതാണ് ഞാൻ നിങ്ങൾക്കത് സൗണ്ട് ഇടാൻ ഉണ്ട്. ആ ലാസ്റ്റ് അത് 800 രൂപയാണ് ആ ഒരു കുപ്പിയിലിരിക്കണത്. ഇത് 1000 രൂപ. ഇത് 1000 രൂപയുടെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ മുളയുടെ പൂവിൽ നിന്നുണ്ടാവുന്ന തേനാണെന്നാണ് പറഞ്ഞത്. നല്ല ഔഷധ ഗുണമുള്ള തേനാണെന്നാണ് പറഞ്ഞത്. ഇതും അതേപോലെ തന്നെയാണ് കേട്ടോ. ഇത് 1500 രൂപയാണിത്. ആ ഒരു കുപ്പിയിൽ 1 ലിറ്റർ ഉണ്ടാവും.
അതുപോലെ ഈ നീളൻ കുപ്പിയിലും അതും 1500 രൂപയാണ് പറഞ്ഞത്. ഇത് നല്ല നെയ്യുണ്ട് കേട്ടോ, പശുണ്ട്, അതാണ് ചെറിയ ബോട്ടിൽ അവിടെ ഇരിക്കുന്നത്. അതും ഒരു ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് 1500 രൂപയാണ് നീളം കുപ്പിയിൽ ഇങ്ങനെ കേട്ടോ. പക്ഷെ നല്ല പ്യുവർ ഗ്യാരണ്ടി അടിയാണ്. ഇത് നമുക്ക് ഡയറ്റിംഗ് ഒക്കെ ചെയ്യാനൊക്കെ നല്ലതാണെന്ന് പറയും കഴിച്ചിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ നമ്പർ ഞാൻ സ്ക്രീനിലിടാം. സ്ഥലം നന്ദി ഹിൽസ് റോഡാണ്. കുട്ടികൾക്കൊക്കെ വായിൽ വെച്ച് കൊടുത്താൽ ഭയങ്കര നല്ല ഇതാണെന്ന് പറയണം. ചെറിയ കുട്ടികൾക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കും ഇത്ര അങ്ങനത്തെ കയ്യിൽ തൊട്ടിട്ടേ. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യുന്ന തേനാണത്. നല്ല ഔഷധ ഗുണമുള്ള തേനാണ്. എല്ലാത്തിനും ഓരോ പ്രത്യേക റേറ്റാണ്. ഇത് ലിച്ചിയാണ്. ലിച്ചി ആ ഫസ്റ്റ് കണ്ടില്ല 800 എന്ന് പറഞ്ഞാൽ അത് ലിച്ചിയുടെയാണ്. ഇത് മുളയുടെ പൂവിൽ നിന്നുണ്ടാവുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ പല പൂവിൽ നിന്നും തേനീച്ചകൾ ശേഖരിക്കുന്ന തേനാണ് കണ്ട. അത് കാരണം നല്ല ഔഷധ ഗുണമുള്ള പ്യൂറായിട്ടുള്ള തേനാണ്. ఓకే వెబ్సైట్ అంటే ఇన్స్టాగ్రామ్ వేదిక ఐవరీ. ఓకే. ఆల్ ఓవర్ కంట్రీ. మీరిద్దరు పేరు చెప్పండి. నా పేరు బి లవన్ కుమార్, ఆంధ్ర. ಬಿ ಲವನ್ ಕುಮಾರ್. ಎಲ್ಲ ಇದು ತಗೋಬೇಕಾದ್ರೆ ಇಲ್ಲೇ ಬರ್ಬೇಕಲ್ಲ, ನೀವು ಆನ್ಲೈನೆಲ್ಲ ಸೇಲ್ ಮಾಡ್ತೀರಾ? ಆನ್ಲೈನ್ ಕೂಡ ಆಲ್ ಇಂಡಿಯಾ. మీ పేరు చెప్పండి. అమరేశ్వరి. അവരുടെ ഫേസ്ബുക്ക് ഐ ഡിയും ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ ഫോളോ ചെയ്താൽ നമുക്ക് ഓൺലൈനിലും മേടിക്കാം. അല്ലെങ്കിൽ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും അവർ അയച്ചു തരുന്ന പറഞ്ഞു. ఆల్ ఓవర్ ఇండియా. അപ്പോൾ നിങ്ങൾ അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം സ്ക്രീനിൽ ഞാൻ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എവിടെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് അവരുടെ കണക്ട് ചെയ്യാം കേട്ടോ. ഓരോ നമ്പർ പറയൂ കേട്ടോ, ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 9766660090. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തണം കേട്ടോ. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.